Good afternoon, viewers. The 25th August. So 25th August എന്ന് വെച്ചാൽ ഇപ്പം എക്സ്പയറി വീക്ക് ആണ് ഈ ആഴ്ച എന്ന് വെച്ചാൽ നാളെ ഇപ്പം 26th കഴിഞ്ഞ 27th ഹോളിഡേ ആണ് കേട്ടോ മാർക്കറ്റ്. So 20th is the expiry. So this expiry weekൽ മാർക്കറ്റ് will be ഹൈലി വോളറ്റൈൽ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻലി പറയുകയാണെന്ന് വെച്ചാൽ IT സ്റ്റോക്സ് ആണ് മാർക്കറ്റിനെ കുറച്ച് ലിഫ്റ്റ് ചെയ്ത്, എസ്പെഷ്യലി മാർക്കറ്റ് ബെൽവെദേഴ്സ് ലൈക്ക് TCS, ഇൻഫി, HCL ടെക്, വിപ്രോ ഇതുപോലത്തുള്ള നല്ലോണം മൂവ്. പക്ഷെ TCS ഒക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, TCS ഒക്കെ ഒരു അക്യുമുലേറ്റഡ് സോണിലുള്ള സ്റ്റോക്ക് ആയിരുന്നു. അത് മെയിൻലി കാരണം വെച്ചാൽ അമേരിക്കയിൽ ഇപ്പം ഈ ജാക്സൺ ഹോൾ സിംപോസിയം നടക്കുന്നുണ്ട്. അതിൽ ജെറോം പൗൽ പറയുന്നത് അവരൊരു റേറ്റ് കട്ട് മിക്കവാറും കൊടുക്കുന്ന പറയുന്നത് കേൾക്കുന്നത്. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് യൂഫോറിയയിലാണ് ഇന്ന് മാർക്കറ്റ്. It's moving well. So that is what I'm seeing at TCS, Infosys, HCL, അതുപോലുള്ള കമ്പനികൾ, ഒറാക്കിൾ ഫൈനാൻഷ്യൽ കമ്പനികൾ ദേ ഹാവ് ഡൺ വെൽ. അപ്പോൾ ഇന്നത്തെ വേറൊരു ന്യൂസ് ഞാൻ 2 ദിവസം മുമ്പ് വന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഈ ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഓൺലൈൻ ഗെയിമിങ്ങിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളെയും ഇപ്പോൾ എന്താ പറയുക ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷനോ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു മാർക്കറ്റുള്ള വിയോ ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം ഓൺലൈൻ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുക, നെക്സ്റ്റ് ഡേ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളും ഇതുപോലുള്ളൊക്കെ മണി ആൾക്കാർക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ലൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യിക്കും. ഐ തിങ്ക് ദർ ആർ ലോട്ട് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് ആർ ദർ. ഞാൻ ഇന്ന് കേട്ടെന്ന് വെച്ചാല് പിന്നെ ഈവൺ ഒരു ഡ്രീം 11, അത് ഡ്രീം 11 എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് പിന്നെ ഈ സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതൊരു ഓൺലൈൻ ഗെയിമിംഗ് കമ്പനിയാണ്. അവരാണ് ഈ ജാക്കറ്റ്, ഈ ക്രിക്കറ്റേഴ്സ് ഇടുന്ന ജാക്കറ്റ് അതിന് മുകളിൽ ഇത് ഇടുന്ന, അതൊരു വലിയ കോൺട്രാക്റ്റ് ആണ്. അതൊക്കെ അവർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ഗെയിമിംഗ് എന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന ഈ ലോട്ടറി എന്താ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അല്ലേ ലോട്ടറി. അപ്പോൾ വാട്ട് യു നീഡ് ഈസ് നമുക്കൊരു റെഗുലേഷൻ ആണ്, അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഒരു ബാൻ അല്ല ഇതിൽ വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ ഇന്ത്യന്റെ പാരമ്പര്യം എടുക്കാന്ന് വെച്ചാൽ മഹാഭാരതം തന്നെ വലിയൊരു ഗാംബ്ലിംഗ് ആയിരുന്നല്ലോ. ശകുരി എന്ന് ചെയ്തത് ഗാംബ്ലിംഗ് അല്ലേ ചെയ്ത്. അയാളെ ഭാര്യനെ വെച്ച് പാണ്ഡവന്മാരെ ഭാര്യനെ ബ്ലഡ് ചെയ്ത് പോലും ഗെയിമിങ് ചെയ്ത ഒരാളാണ്, അറിയാലോ. അപ്പോൾ മഹാഭാരതത്തിന് വലിയൊരു ഗാംബ്ലിംഗ് ആണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗാംബ്ലിംഗിൽ ഇന്ത്യക്കാർ അപ്പോൾ ഓൾവേസ് ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റ് ഇൻ ഗാംബ്ലിംഗ്. സോ ഈ ഗാംബ്ലിംഗ് കമ്പനികൾ, ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾ ഇത് ബാൻ ചെയ്തിട്ട് ഇപ്പം ഇന്ത്യക്ക് വലിയൊരു നഷ്ടമാണെന്ന് പറയുന്നത്. കാരണം ഏകദേശം 20,000 കോടി ഉറുപ്പികേൻ്റെ GST തന്നെ ഗവൺമെന്റിക്ക് ഈ ഇൻകം കിട്ടുന്നുണ്ട്. ബൈ ദ വേ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻ ട്രേഡിംഗ് തന്നെ ഒരു ഗാംബ്ലിംഗ് തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ഗെയിം അല്ലേ. ഇന്ന് എത്ര കോടിക്കണക്കിന് കോൺട്രാക്ട്സ് ആണ് ഓപ്ഷനിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓൺലൈൻ ഗെയിമിംഗ് തന്നെയല്ലേ ശരിക്കും ഗാംബ്ലിംഗ് അല്ലേ ചെയ്യുന്നത്. സോ ദെൻ യു ഷുഡ് ബാൻ ദാറ്റ് ഓൾസോ. സോ ഇതിലൊന്നും എനിക്ക് വലിയ ഇതൊന്നും അല്ലേ. ഇവിടെ ഇപ്പോൾ ലിക്കർ ലോട്ടറി എല്ലാം എന്താ ചെയ്യുന്നത്, പിന്നെ ഓൺലൈൻ ഒരു തരത്തിലുള്ള ഗെയിം തന്നെയല്ലേ കളിക്കുന്നത്. ഇപ്പോൾ ഇത്ര വലിയ ടാക്സ് ലിക്കറിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ട് ലിക്കർ ഇൻഡസ്ട്രി തന്നെ വലിയൊരു ട്രബിളാണ് ഇന്ത്യയിലുള്ളത്. സോ അത് വലിയൊരു ഈ ബില്ല് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന നമ്മുടെ അശ്വനി വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു IT മിനിസ്റ്ററാണ്. സോ അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ പോക്കർ ബാസി, മൂൺഷൈൻ ടെക്നോളജീസ്, നസാറ ടെക്നോളജീസ്, ഇതൊക്കെ വലിയ ലോസിൽ കമ്പനി ഇനി പോകുന്ന എനിക്ക് തോന്നുന്നത്. സോ എനിവേ അത് ഏകദേശം 23,000 കോടി ഉറുപ്പികന്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യക്ക് കഴിഞ്ഞ 5 കൊല്ലം കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ ഗൂഗിൾ ആപ്പിലാണല്ലോ ഇതൊക്കെ ഉള്ളത്. ഗൂഗിൾ ആപ്പ് ടു റിമൂവ് ഓൾമോസ്റ്റ് 1,200 ഈ ആപ്പിനെ റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഒരു വേറെ ന്യൂസ് ഉള്ളത്. പിന്നെ ഈ യെസ് ബാങ്കിന് ജപ്പാനിലെ മിറ്റ്സുയി ബാങ്കിങ് കോർപ്പറേഷൻ അവർക്കാണ് യെസ് ബാങ്കിന്റെ ഒരു 25% ഇന്ത്യക്ക് ബൈ സ്റ്റേക്ക് ചെയ്യാനുള്ള പെർമിഷൻ സെൻട്രൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യെസ് ബാങ്ക് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്.
സോ പിന്നെ ഈ റേറ്റ് കട്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷെ ഞാനിന്ന് കാണുന്ന നിഫ്റ്റി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു കറക്ഷൻ വന്നിരിക്കുന്നില്ല. ഇനി നാളെ മറ്റന്നാൾ അത് 25,000 ഇന്ന് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്നു. സോ ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ 25,300 എബവ് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇന്നിപ്പം മെയിൻലി പ്രോബ്ലം HDFC ബാങ്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് ബാങ്ക് നിഫ്റ്റി ഇന്ന് റെഡിലായിരുന്നു. വലിയ കറക്ഷൻ ഉണ്ടായില്ല, പക്ഷേ മെയിൻലി HDFC ബാങ്ക് നിഫ്റ്റിന്റെ വലിയൊരു ഹെവി വെയിറ്റ് ആണ്. HDFC ബാങ്ക് മാത്രമല്ല, പിന്നെ വരുന്നത് ആക്സിസ് ബാങ്ക് ആയാലും ശരി, ICICI ബാങ്ക് ആയാലും ഇന്നെല്ലാം ബാങ്ക്സ് എല്ലാം വളരെ ഡൗണിലായിരുന്നു. പക്ഷേ HDFC ബാങ്കിന്റെ 1:1 ബോണസ് വരുന്ന എല്ലാവർക്കും മാർക്കറ്റിൽ അറിയുന്ന കാര്യമാണ്. അപ്പം നാളെ ഇപ്പം എങ്ങനെയാണ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഏത് പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത് നാളെ അറിയാം നമുക്ക്. അപ്പോൾ HDFC ബാങ്കിന്റെ ബോണസ് ഇഷ്യൂ കൂടി വരുമ്പം HDFC ബാങ്ക് നാളെ ഇപ്പം മാർക്കറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് റിലയൻസും വലിയൊരു മൂവ് ചെയ്തിട്ടില്ല, ഒരു 10-15 രൂപ മൂവ് ചെയ്തിട്ടുള്ളൂ. അഡാനിജിന്റെ കമ്പനികൾ നോക്കിച്ചാൽ അഡാനി പോർട്ട് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഗോ 1,400 പോണം അഡാനി പോർട്ട്. എൻ്റെ ഒരു വ്യൂ പ്രകാരം ഇപ്പോൾ ഓൾമോസ്റ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ടുഡേ പ്രൈസ് റേഞ്ച് കാണുന്നത് ഓൾമോസ്റ്റ് 1,350 ബിലോ ഞാൻ കണ്ട്. സോ അഡാനി പോർട്ടിന്റെ അതാണ് തോന്നുന്നത്. അതാണ് ഇന്നത്തെ സ്റ്റോക്ക് അടിച്ച്. പിന്നെ വേറെ മാർക്കറ്റിൽ നിന്ന് വേറെ പിന്നെ ഫാർമ സെക്ടറിൽ ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞാൽ സൈഡസ് ലൈഫ്, സൺ ഫാർമ, പിന്നെ മൂവ് ചെയ്ത് ഡിവിസ് ലാബ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈനാൻസ് സെക്ടറിലാണ് ഇന്ന് മെയിൻലി ഫാർമ സെക്ടറിലാണ്. ഫൈനാൻസ് സെക്ടറിൽ മെയിൻലി HDFC, ICICI, സ്റ്റേറ്റ് ബാങ്ക്, കോട്ടക്, ആക്സിസ്, ബജാജിന്റെ ട്വിൻസ് എല്ലാം ഇന്ന് ഡൗൺ ആയിട്ടാണ് കണ്ടത്. സോ LICയും ബജാജ് ഫൈനാൻസും കുറച്ച് ഇറ്റ്സ് നോട്ട് മൂവിങ് വെൽ. അതുപോലെ ഇനിയും കംപ്ലീറ്റ്ലി നമ്മളെ ഈ യൂണിലിവർ, ITC, നെസ്ലെ ഗ്രൂപ്പ് എടുക്കുന്ന അത് പെർഫോം ചെയ്തിട്ടില്ല. ഓട്ടോ സെക്ടർ ഓക്കെ, സംഭവമായിട്ട് ഹ്യുണ്ടായും പിന്നെ മാരുതിയും ഇതൊക്കെ എടുക്കാന്ന് വെച്ചാൽ കുറച്ച് നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹ്യുണ്ടായിന്റെ ഹ്യുണ്ടായിന്റെ ഒക്കെ 2,475 റുപ്യ വരെ ഇന്ന് സ്റ്റോക്ക് 4% ഇന്ന് ഗെയിൻ ചെയ്ത സ്റ്റോക്ക് ആണ്. സോ ഇതാണ് ഇന്നത്തെ സ്റ്റോക്ക്. വേറെ സ്റ്റോക്കുകൾ ഇന്ന് നല്ലൊരു മൂവ് ചെയ്ത സ്റ്റോക്കുകൾ ഈ പേപ്പർ സ്റ്റോക്സ് ആണ്. ഈ പേപ്പർ സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഈ മെയിൻലി വരുന്നത് ഈ JK പേപ്പർ, അതുപോലുള്ള കുറെ തമിഴ്നാട് പേപ്പേഴ്സ്, അങ്ങനെയുള്ള പേപ്പർ സ്റ്റോക്സ് നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താ വെച്ചാൽ എന്തോ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ എന്തോ ഒരു കുറവ് ഗവൺമെന്റ് കൊടുക്കുന്ന കണ്ട് ഈ ന്യൂസ് പ്രകാരം. അതുകൊണ്ട് ഓൾ പേപ്പർ സ്റ്റോക്സ് മെയിൻലി JK പേപ്പർ നല്ല കമ്പനി കൂടിയാണ്. JK പേപ്പർ സ്റ്റോക്സ് നന്നായി മൂവ് ചെയ്യുന്നു. പിന്നെ വേറെ സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നൊരു കമ്പനി, ഇത് IT കമ്പനിയാണ്. ഇന്നിപ്പോ CMP 251 റുപ്യ ചെയ്യുന്ന കാണുന്ന മാർക്കറ്റ് ക്യാപ്പ് 8,360 കോടി വരെയുള്ള കമ്പനിയാണ്. സോ അത് ഹൈ പോയിരിക്കുന്ന 88 ആൻഡ് ലോ പോയിരിക്കുന്ന 200, ഹൈ പോയിരിക്കുന്ന 255, ലോ പോയിരിക്കുന്ന 88. സോ ദാറ്റ് മീൻസ് ദിസ് കമ്പനീന്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 12 ടൈംസ് ആണ്. പക്ഷേ സ്റ്റിൽ ഇത് മൂവ് ചെയ്ത് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഐ സെയിങ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. പിന്നെ ഒറാക്കിൾ ഫൈനാൻഷ്യൽസ് ആണ്. അത് കുറച്ചും കൂടി കറക്റ്റ് 7,500 ഞാൻ കാണുന്നു. ഒറാക്കിൾ ഫൈനാൻഷ്യൽസ് വെരി ഗുഡ് കമ്പനി, ഒറാക്കിൾ ഫൈനാൻഷ്യൽ സിസ്റ്റംസ്. പിന്നെ ഇന്ന് നല്ല മൂവ് ചെയ്ത വേറെ IT കമ്പനി ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസും നല്ല പ്രൈസ് 1,799 ആണ് ഇന്ന്. അതിന്റെ 52 വീക്ക് ആയി. ഇന്നത്തെ CMP 922 ആണ്. അത് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഡൂയിങ് ബിലോ 200 DMA. സോ ദ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക്. സോ എനിവേ ഇത് ഞാൻ ജസ്റ്റ് ഒരു വ്യൂ പറഞ്ഞതാണ്. ഇറ്റ്സ് നോട്ട് ബൈ റെക്കമെൻഡേഷൻ അല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പിന്നെ ചൈനീസ് മാർക്കറ്റ് നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ചൈനീസ് മാർക്കറ്റ്, ചൈന ഈസ് എ ബിഗ് ഡിസ്ട്രപ്ഷൻ ചെയ്യുന്നൊരു കൺട്രിയാണ്. ചൈനീസ് പ്രോഡക്റ്റ് ആയാലും ശരി, ചൈനീസിൻ്റെ ഒരു കൺട്രിയിൽ എൻ്റർ ചെയ്യുന്നാലും ശരി, ദേ റിയലി ഡിസ്ട്രാക്ട് ചെയ്ത്. ഇപ്പൊ അംബാനിന്റെ ഈ ജിയോ പോലെയാണ് ഈ ചൈനീസ് ഗവൺമെന്റ് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ ചൈനീസ് അമേരിക്കയിലും മാർക്കറ്റിൽ എൻട്രി ചെയ്തു, ചൈനീസ് ആഫ്രിക്കൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തു. സോ വാട്ട് ഹാപ്പൻ ടു അമേരിക്കൻ മാർക്കറ്റ്? ഓൾ ദി അമേരിക്കൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് വൈപ്പ് ഔട്ട് ആൻഡ് ഓൾ ദി മാർക്കറ്റ്. ഇന്നിപ്പോൾ നിങ്ങൾ വാൾമാർട്ടിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഏത് മാർക്കറ്റിൽ പോകുമ്പോൾ ചൈനീസ് പ്രോഡക്ട്സേ കാണാൻ പറ്റും. അതുപോലെ ആഫ്രിക്കൻ മാർക്കറ്റിൽ ഒരുവിധം ആഫ്രിക്കയിലുള്ള എല്ലാവിധ മൈനിങ് കമ്പനീസും ആഫ്രിക്കയിലുള്ള ദേ കം ഇൻ എ വെരി ബിഗ് വേ വിച്ച് യു കാണ്ട് ഇമാജിൻ. ആ ടൈപ്പ് ഓഫ് ബിഗ് എൻട്രി അവർ ചൈനീസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്മോൾ പ്ലേയേഴ്സ് ഒക്കെ വൈപ്പ് ഔട്ട് ആയി പോകും. സോ ഇറ്റ്സ് എ വെരി ബിഗ് വേയിലാണ് ചൈനീസ് കമ്പനി. സോ അതെന്താ വെച്ചാൽ ചൈനീസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ US മാർക്കറ്റിൽ എന്ന് വെച്ചാൽ US ലേബർ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അത് എഫക്ട് ചെയ്തു.
കാരണം ഒരുവിധം മാനുഫാക്ചറിങ് ജോബ്സ് ഒക്കെ പോയ സമയത്ത് മിക്കവാറും ആൾക്കാർക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അമേരിക്ക ഡിഡിൻറ്റ് എക്സ്പോർട്ട് ടു ദേ ഇമ്പോർട്ട് ഫ്രം ചൈന, ബട്ട് ദർ ഈസ് നത്തിങ് ഇൻ അമേരിക്ക ടു എക്സ്പോർട്ട് ടു ചൈന. വാട്ട് യു ആർ ഗോയിങ് ടു എക്സ്പോർട്ട് ടു ചൈന? പക്ഷേ അതേ സമയത്ത് നിങ്ങൾ നോക്കിയാൽ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ചൈനയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ജർമ്മനി സ്വിറ്റ്സർലാൻഡും ചൈനയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം സ്വിറ്റ്സർലാൻഡ് മേക്ക്, ജർമ്മനി മേക്ക് ലോട്ട് ഓഫ് ഓട്ടോമൊബൈൽസ്, മെഷീനറീസ്. അതുകൊണ്ട് ദേ ഹാവ് എ ബാലൻസ്. പക്ഷേ അമേരിക്കക്ക് അങ്ങനത്തെ ഒരു ബാലൻസ് ഇല്ല. അതുപോലെ ഇന്ത്യയിലും ചൈനയും ഇന്ത്യയായിട്ടുള്ള വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് വരുന്ന കാണുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളെ ഈ ജയശങ്കർ, നമ്മളെ ഫോറിൻ മിനിസ്റ്റർ ഈസ് എല്ലാ കൺട്രിയിലും ഡിസ്കസ് ചെയ്തിട്ട് അമേരിക്കൻ ട്രേഡിനെ കുറിച്ചുമെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുക വെച്ചാൽ ഇന്ത്യ പണ്ട് നെഹ്റുവിയൻ ഇറയിൽ ഇന്ത്യൻ്റെ ഫോറിൻ പോളിസിയും ഇന്ത്യൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദ അതർ കൺട്രീസ് വാസ് ഫാർ ബെറ്റർ ദാൻ നൗ ടുഡേ. കാരണം ഇന്ത്യനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇന്ത്യക്ക് ഇന്ന് ഒരു കൺട്രി ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പോൾ ജയശങ്കർ ഒരു ഫോറിൻ മിനിസ്റ്റർ ആണ്, ബട്ട് ഈ കുഡൻ മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് ഈവൻ വിത്ത് ബംഗ്ലാദേശ് ഓർ ശ്രീലങ്ക. എന്തിന് ഇവരെ നെയ്ബറിംഗ് കൺട്രി നേപ്പാളിൽ പോലും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഇല്ല. പിന്നെയാണ് നിങ്ങൾ ഈ എന്തിന് ഒരു ബാലിദ്വീപിലുള്ള ഒരു ചെറിയൊരു ദ്വീപ് സമൂഹത്തിൽ അവരായിട്ട് പോലും നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഫോറിൻ മിനിസ്റ്റർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെയാണ് നിങ്ങൾ അമേരിക്കയായിട്ടും ചൈനയായിട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. 2 കൊല്ലം മുമ്പ് ചൈന നിങ്ങൾ എനിമിയായിരുന്നു. ചൈന ഒരു കാലത്ത് ചൈനീസ് പ്രോഡക്റ്റും ചൈനീസ് ഫ്ലൈറ്റും ചൈനീസ് വിസയും എല്ലാം ഇന്ത്യ റിജക്ട് ചെയ്യുന്നു. ഇന്ത്യ കൊടുക്കില്ല എന്ന് പറഞ്ഞു. സോ നൗ ദേ ആർ ഓപ്പണിംഗ്, നൗ ദേ സേ വി വാണ്ട് ടു ഗോ ഫ്രണ്ട്ലി വിത്ത് ചൈനയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. സോ ഇതെന്തൊരു ഫോറിൻ പോളിസി ഒന്നും എനിക്കറിയില്ല. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പറഞ്ഞൊരു ഫോറിൻ പോളിസി ഈ 1 കൊല്ലം കഴിയുമ്പോൾ എല്ലാം മാറി. സോ ഞാൻ വിചാരിക്കുന്ന ഇന്ത്യൻ്റെ ഈ ഫോറിൻ പോളിസീസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇന്നത്തെ നെഹ്റുവിൻ ഇറയിൽ നോക്കുന്ന സമയത്തോ ഇപ്പോഴും നോക്കുന്ന സമയത്തോ അന്ന് ഇതിനെക്കാട്ടും വലിയ കോൾഡ് വാർ ആയിരുന്നു. ഈ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കോൾഡ് വാർ. ഇപ്പോൾ ഗോർബച്ചേവ് വന്നതിന് ശേഷമായിരുന്നില്ല ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല ഇതൊക്കെ. ഈ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയ്ക്ക് ഗോർബച്ചേവ് കൊണ്ടുപോയതിനു ശേഷം റൊണാൾഡ് റീഗൻ അന്ന് ഗോർബച്ചേവിനോട് പറഞ്ഞു നിങ്ങൾ യു ഹാവ് ടു പുൾ ഡൗൺ ദിസ് ബെർലിൻ വാൾ എന്ന് പറഞ്ഞതും. സോ അതൊക്കെ അതിന് ശേഷമാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ നെഹ്റുവിൻ ഇറയിലൊക്കെ ഇറ്റ് വാസ് എ വെരി ടഫ് കോൾഡ് വാർ. അന്ന് ക്യൂബയും ഒരു സൈഡിൽ അമേരിക്കയും അല്ലെങ്കിൽ മറ്റു സൈഡിൽ റഷ്യയും തമ്മിലുള്ള ന്യൂക്ലിയർ കോൾഡ് വാർ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സംഗതികൾ കുറെ മാറി. വേൾഡ് ഈസ് ഓപ്പൺ മാർക്കറ്റ്. ബട്ട് സ്റ്റിൽ ഇന്ത്യൻ്റെ റിലേഷൻഷിപ്പ് ഇന്ന് പണ്ടത്തിനെക്കാളും ഒത്തിരി മോശമാണ്. ഇന്ത്യക്ക് ഇന്ന് ഒരു ഫ്രണ്ട്സും ഇല്ല. ഓൾ ദി നെയ്ബറിംഗ് കൺട്രീസ് ആർ എനിമീസ് ആണ് ഇന്ത്യക്കുള്ളത്. ഈവൺ ഞാൻ ഒരു ഫ്രണ്ട്ലി കൺട്രിയായ നേപ്പാൾ പോലും ഇന്ത്യക്ക് ഇന്ന് വലിയൊരു സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ദേ ആർ മോർ ഫ്രണ്ട്ലി വിത്ത് ചൈന ആൻഡ് അങ്ങനെയുള്ള ഒരു ഫോറിൻ പോളിസിയാണ് നമുക്കുള്ളത്. സോ അതുകൊണ്ട് എനിക്കറിയില്ല, യു ആർ ടു ജഡ്ജ് വിത്ത് നമ്മൾ ഈ ജയശങ്കർ പറയുന്ന പല കാര്യങ്ങളും. ഈസ് എ ഗുഡ് മാൻ, ബട്ട് തിങ് ഈസ് ദാറ്റ് ഈസ് അൺഎബിൾ ടു മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മെനി അതർ കൺട്രീസ്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. സോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ ഈ ട്രേഡ് ലിബറലൈസേഷൻ വന്നിരുന്നില്ല. 1991 അത് വന്നു തോന്നിച്ചു. അത് വരാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? അന്ന് ഇന്ത്യക്ക് there is a huge balance of payment crisis വേൾഡ് ബാങ്ക് ആയിട്ട്. സോ ഇറ്റ് IMFന്റെ ഒരു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വലിയൊരു പ്രഷർ ഗവൺമെന്റിന് മുകളിലുണ്ടായിരുന്നു. And they suggested a structural adjustment program. So India government എന്താ ചെയ്ത് പെട്ടെന്ന് തന്നെ they suddenly abandoned the extreme restrictive trade policies. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എല്ലാം ഒരു ക്ലോസ്ഡ് മാർക്കറ്റ് ആയിരുന്നു. ദർ വാസ് നോ കമ്പനി, നോ കൺട്രി, ഫോറിൻ കമ്പനി ക്യാൻ കം ടു ഇന്ത്യ ആൻഡ് ഓപ്പൺ എ ഫാക്ടറി ഇന്ത്യൻ മാർക്കറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അന്നായിരുന്നു ഇവർ ഫോഴ്സ്ഫുള്ളി മൻമോഹൻ സിംഗും നരസിംഹറാവും വന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ആൻഡ് ഇറ്റ് ഹാസ് റെഡ്യൂസ് ദ പോവർട്ടി ഇൻ ഇന്ത്യ ആൻഡ് എക്കണോമിക് ഒരു ബൂസ്റ്റപ്പ് തന്ന ആ സമയത്തായിരുന്നു. സോ ദാറ്റ് വാസ് എ ബിഗ് എക്കണോമിക് റിഫോംസ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പ്രഷർ കാരണമായിരുന്നു അയാൾക്ക് അന്ന് ചെയ്യേണ്ടി വന്നത്. സോ അതുപോലെ ഞാൻ പറയുക ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ബോയ്ക്കോട്ട് അമേരിക്കൻ പ്രോഡക്ട്സ്, ബോയ്ക്കോട്ട് KFC, ബോയ്ക്കോട്ട് മാക്ഡൊണാൾഡ്സ്, ബോയ്ക്കോട്ട് കൊക്കക്കോള, ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാം. പക്ഷെ ബിഫോർ യു ബോയ്ക്കോട്ട് യു ഷുഡ് മേക്ക് യുവർ ഓൺ കൊക്കോകോള, യുവർ ഓൺ ബർഗേഴ്സ് ഓർ യുവർ ഓൺ പ്രോഡക്ട്സ്, യുവർ ഓൺ കാർ എഞ്ചിൻ. നമുക്കൊരു കാർ എഞ്ചിൻ ഉണ്ടാക്കേണ്ട ടെക്നോളജി ഉണ്ടോ? അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് ഉണ്ടാക്കേണ്ട ടെക്നോളജി ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കേണ്ട ടെക്നോളജി ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കാർ ഇൻഡിജിനസിൽ 100% ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ പറ്റുമോ?
ഇതൊന്നും നമ്മുടെ അടുക്ക് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ മറ്റുള്ള രാജ്യത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ബോയ്ക്കോട്ട് വിളിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, അപ്പോൾ നിങ്ങൾ പറയുന്നു മറ്റേ എൻ്റെ അയൽവാസി എടുക്കുന്ന വെള്ളം എടുക്കുന്നതിന് ഞാൻ ബോയ്ക്കോട്ട് ചെയ്യും, പിന്നെ നിങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കുക? അതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മൾ ഇന്ത്യക്കാർ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ബേസിക്കലി ഈ കെവലാർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അറിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. കെവലാർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആ ഒരു ഇൻഗ്രീഡിയൻ്റ്, ആ കെമിക്കൽ കണ്ടുപിടിച്ചത് ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ സ്റ്റെഫാനി കൊള്ളൈക്ക് എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളാണ് ഇതിൻ്റെ ഡ്യൂപോണ്ടിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് ദാറ്റ് ഷീ വാസ് എ ഫസ്റ്റ് ലേഡി ടു ബി ഹോണർഡ് ബൈ ഡ്യൂപോണ്ടിൽ ഫോർ ദ ഗ്രേറ്റ് ഇൻവെൻഷൻ. ഈ കെവ്ലാർ എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ ജീവൻ രക്ഷിച്ച ഒരു സംഗതിയാണ്. നമ്മൾ ഈ നാട്ടിൽ പട്ടാളക്കാരിടുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻ്റ് അതാണ്. അത് ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു ജീൻസ് എന്ന് പറയുന്നത്. എല്ലാവരും നമ്മൾ ജീൻസ് ഇട്ട് പോകുന്നു, എല്ലാ കുട്ടികളും സ്കൂൾ കുട്ടികളെല്ലാം ജീൻസ് ഇടുക. ഈ ജീൻസ് എങ്ങനെയാണ് വന്നത്? ജീൻസ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയല്ലോ, ഇത് ഫോറിൻ ഇൻവെൻഷൻ ആണ് ജീൻസ് പറയുന്നത്. നമ്മൾ ആ ജീൻസ്, പക്ഷേ ജീൻസിന് ഞങ്ങളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ജീൻസ് പിന്നെ ഇറ്റ് നെവർ ഗോസ് ഔട്ട് ഓഫ് ഫാഷൻ. ഇത്ര കൊല്ലം വന്നിട്ടും അത് ഔട്ട് ഓഫ് ഫാഷൻ ആകത്തൊരു സംഗതിയായത് ജീൻസ് എന്നുള്ളത്. സോ എനിവേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ആമസോൺ ഗവൺമെൻറ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുള്ള ഡാറ്റ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലേഷനും ഇതൊക്കെ മനസ്സിലാക്കാൻ അവർ അത് എടുക്കുന്ന ഡാറ്റ എടുക്കുന്നത് കണ്ടു. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ഇവർ പറയുന്നത് ഇപ്പം ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതൽ സാധനമാണ്. സോ അതുകൊണ്ട് ആമസോൺ ഇത് അതിൻ്റെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന പറയുന്നത്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ അതുപോലെ ഇന്ത്യയിൽ നോക്കുക വെച്ചാൽ യാതൊരു പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഇന്ത്യ ഉണ്ടാക്കുന്നില്ല. പേറ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് ടെക്നോളജി ഇല്ല. അത് വലിയൊരു ഇഷ്യൂ ആണ്. ദാറ്റ് ഈസ് സംതിങ് ഐ വാണ്ട് ടു സേ. പിന്നെ മാർക്കറ്റിൽ നാളത്തെ ഇപ്പം മാർക്കറ്റ് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇന്നിപ്പോൾ എല്ലാ വേൾഡ് മാർക്കറ്റും നല്ല ഹൈയിൽ ഓപ്പൺ ചെയ്ത് കണ്ട്, സോറി ക്ലോസ് ചെയ്ത് ഇപ്പോൾ ട്രേഡ് ചെയ്ത് കണ്ടത് ഇപ്പോൾ US മാർക്കറ്റൊക്കെ. നാളത്തെ മാർക്കറ്റും നന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. സോ നിഫ്റ്റി ബൈ തന്നെയാണ് ഞാൻ കാണുന്നത്. എനിവേ, thank you for being my channel. Please do support my channel. Have a nice day.